അമ്മീത് ഇവിടെ നിൽക്ക്, ഞാൻ അപ്പനെ കണ്ടിട്ട് വരാം. ശരി. അപ്പൻ എന്നെ വഴക്ക് പറയരുത്. കടുവാക്കുന്നിലെ കഞ്ചാവ് തോട്ടം ഫോറസ്റ്റുകാർ തീ വെച്ച് നശിപ്പിക്കുക. അതിന് നീ എന്തിനാണ് പടയ്ക്കുന്നത്? എടാ, സർക്കാർ ഭൂമിയിൽ കഞ്ചാവ് തോട്ടം കണ്ടാൽ ഫോറസ്റ്റുകാർ വെട്ടും കത്തിക്കും നശിപ്പിക്കും. അതവരുടെ ജോലിയാ. അല്ലപ്പാ, അത് നമ്മുടെ തോട്ടമല്ലേ? എടാ ജഫിയച്ച, കടുവാക്കുതിൽ നമുക്ക് എത്ര ഏക്കർ ഉണ്ടായിരുന്നു? 75. തൊട്ടപ്പുറത്തെ കാട്ടിൽ നമുക്ക് 12,000 ഏക്കർ തോട്ടമില്ലേ? അതവർ കണ്ട ഭാവം കാണിച്ചോ? ഇല്ല. അതാണ്. എടാ, ഫോറസ്റ്റുകാർ സർക്കാരിൽ നിന്നും ശമ്പളം വാങ്ങുന്നവരല്ലേ? ഇടയ്ക്കിടയ്ക്ക് കഞ്ചാവ് തോട്ടം നശിപ്പിച്ചെന്നൊരു വാർത്തയെങ്കിലും പത്രത്തിൽ വരുത്തിയില്ലെങ്കിൽ നാട്ടുകാരും സർക്കാരും വിചാരിക്കൂലേ അവർ ഒന്നും ചെയ്യുന്നില്ല എന്ന്. എടാ, അവർക്ക് പ്രമോഷൻ കിട്ടണ്ടേടാ. മോനൊരു കാര്യം ചെയ്യും, വിശപ്പിന് എന്തെങ്കിലും കഴിച്ചിട്ട് മനപ്രയാസം മാറ്റാൻ 2 എണ്ണം വീശ. ആദ്യ കൂളിംഗ് ഗ്ലാസ് ഒന്നെടുത്ത് മാറ്റാമോ? ഒരുമാതിരി അന്ധന്മാരെ പോലെ. മിനിക്കുട്ടി ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ഹാരം മിനിക്കുട്ടിയുടെ നേരെയാണ് എറിഞ്ഞത്. പിന്നെ ഇങ്ങനെ ആ പെണ്ണിന്റെ കഴുത്തിൽ പോയി വീണത്? അത് കാറ്റ് ആ തൂക്കിലായിരുന്നു. അതൊക്കെ പോട്ടെ, മീറ്റ് ദ കാൻഡിഡേറ്റ്സിൽ എന്റെ പെർഫോമൻസ് എങ്ങനെയിരുന്നു? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. ആ കാളവണ്ടിയിലുള്ള വരവുണ്ടല്ലോ, ഭയങ്കര തൊലിക്കെട്ട് തന്നെ. എന്നാലും ചിലർക്ക് നന്നായിരുന്നെന്നുള്ള അഭിപ്രായം ഉണ്ട്. ഉണ്ടുണ്ട്. അപ്പൊ ആ ഉത്കണ്ഠം പിള്ളയൊക്കെ കാണിക്കുന്ന ചീഫിനെസ് മിനിക്കുട്ടി ഒന്ന് കാണണം. രാഷ്ട്രീയമാകുമ്പോ ഇതിനപ്പുറവും ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതെ അതെ, രാഷ്ട്രീയമാകുമ്പോഴല്ലേ ഇഷ്ടംപോലെ കാശ് പിടിക്കാൻ പറ്റത്തുള്ളൂ, ചെലവാക്കാൻ പറ്റത്തുള്ളൂ. ഏയ്, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഈ നാടിനും നാട്ടുകാർക്കും പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനും വേണ്ടി. മതി മതി, വിച്ചോട്ട് നീ ഇലക്ഷൻ ജയിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ജയിക്കും, പക്ഷെ നേരിയ ഭൂരിപക്ഷമായിരിക്കും. അതിപ്പോഴേ പറഞ്ഞേക്കാം. വിച്ചേട്ടാ, ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. വോട്ട് കിട്ടണമെങ്കിലേ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും ചെയ്യണം. കറക്റ്റ്. എനിക്കൊരു ഐഡിയ. ഈ നാട്ടിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കിലോ അരി വീതം സംഭാവന ചെയ്താലോ? എങ്ങനെ? ബെസ്റ്റ് ഐഡിയ. ഒരു 2 കിലോ പാമായിലൂടെ കൊടുക്കാം. ഉഗ്രൻ. കുടുംബം കുളം തോണ്ടുന്ന പരിപാടിയല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ലേ? നമ്മുടെ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു. ആളുകൾക്ക് പ്രയോജനമുള്ള ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ കുമ്മാട്ടിക്കടവിൽ അതിനു വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടേ? സർക്കാരിന് സഹായം കിട്ടുന്ന ചില പരിപാടികളുണ്ടല്ലോ, സാമൂഹ്യ സേവനം, വഴിവെട്ട്. ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ? അതുകൊള്ള വഴിവെട്ടാണല്ലോ. വെറുതെ സേവിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വഴിവെട്ടി സേവിക്കുന്നതിനേക്കാൾ നല്ലതാണ്. ഒരു കാളില്ല, വഴിവെട്ട്. ഈ വനമഹോത്സവമായാൽ എന്താ? ഈ തണൽ മരം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നട്ടുവയ്ക്കാം. നല്ല ബെസ്റ്റ് ഐഡിയ. നമ്മൾ ചെടി നട്ട് പോരുന്നതിന് മുമ്പ് അത് മുഴുവൻ കന്നുകാലികൾ തിന്നും. അല്ലാതെ വെറുതെ മണ്ടത്തരം പറയാതെ. എന്നിട്ട് ആ കുഴിയിൽ ആരെങ്കിലും വീണ് കയ്യോ കാലോ ഒടിഞ്ഞ അവന്റെ വോട്ട് കൂടി പോകും. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയോ. നമ്മുടെ പ്രകടന പത്രികയിലെ 1ാമത്തെ ഐറ്റം, കൈക്കൂലിയുടെയും അഴിമതിയുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും കുമ്മാട്ടിക്കടവുകാരെ മോചിപ്പിക്കാൻ ആദർശധീനരായ ഒരു പറ്റം ചെറുപ്പക്കാർ ഇതാ മുന്നോട്ട്. നേരത്തെ പറയണ്ടേ? പേടിച്ചു പോയല്ലോ. പിന്നെ ഞാൻ കുഴിച്ച വെച്ചല്ലേ പറഞ്ഞ്. അഴിമതി വീരന്മാർ, അഴിമതി വീരന്മാർ, അഴിമതി വീരന്മാർ. പ്രബുദ്ധരായ സമ്മതിദായകർ, അഴിമതിയും കൈക്കൂലിയുമെല്ലാം ഈ കുമ്മാട്ടിക്കടവിനെ ക്യാൻസർ പോലെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞു. അഴിമതി ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം തുടങ്ങാൻ എന്താ കാരണം? അതായത് വോട്ട് പിടിക്കാൻ അല്ലേ? വോട്ട് പിടിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ സമരം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതേ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെന്ന് വിചാരിച്ചാ, അല്ലാതെ ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. വേണ്ട വിജയ, ഇപ്പോഴൊന്നും പറയണ്ട. നമ്മുടെ ആത്മാർത്ഥതയിൽ സംശയമുള്ളവർ കാണും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും വിശ്വനാഥന്റെ വാക്കിന്റെ വില. അന്ന് അവർ പറയും നെറിയുള്ളവരാണ് വിശ്വനാഥൻ. വോട്ടല്ല നമുക്ക് വലുത്, കുമ്മാട്ടിക്കടവിന്റെ പുരോഗതിയാണ്. നീ വാ. അല്ല, ഞാൻ അറിയാതെ എന്താ ഇത്? കണ്ടാൽ അറിഞ്ഞൂടെ? വെണ്ടയ്ക്ക. ഓഹോ, ഞാൻ വിചാരിച്ചു ചുണ്ടയ്ക്ക ആയിരിക്കുമെന്ന്. അതല്ല ചോദിച്ചത്. ഇതിന്റെ തൂക്കം എത്ര?
എത്രയാ ചെയ്യേണ്ട തൂക്കം? 1/2 കിലോ. 1/2 കിലോ എന്തോ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒന്നുകൂടെ തൂക്കണം. തൂക്കാൻ പറയാ നിങ്ങളാരാ? ഞങ്ങൾ ആരാണെന്നോ? നമ്മൾ ആരാണെന്ന് ഞങ്ങൾ ആരാണെന്ന് കുമ്മാട്ടിക്കടവിനെ അഴിമതിയിൽ നിന്നും മോചിപ്പിക്കാൻ മുന്നോട്ടിറങ്ങിയ കർമ്മധീരരായ ഞങ്ങളോട് നിങ്ങൾ ആരാണെന്ന് 1/2 കിലോ വെണ്ടയ്ക്ക. അമ്മമാരെ പെങ്ങന്മാരെ 1/2 കിലോ വെണ്ടയ്ക്കയാണ് പോലും. അഴിമതിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും കുമ്മാട്ടിക്കടവിനെ മോചിപ്പിക്കാൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ മുന്നോടിയായിട്ടാണ് വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ ഒരു ബോർഡ് സ്ഥാപിച്ചത്. ഉപഭോക്താക്കളുടെ സംരക്ഷണത്തിന്റെ ഉദാത്തമായ ഉദാഹരണങ്ങളുമായി ഉന്മേഷപൂർവ്വം ഉയർന്നു വരുന്ന ഈ ഉദ്യമത്തെക്കാൾ മാറ്റത്തിന് സംഗതി ഇതാ ഇവിടെ മുഴങ്ങിക്കഴിഞ്ഞു. ചേട്ടൻ ഒന്നിങ്ങി വരണം. വരണം. എന്താടേ താമസം? വരുന്നുണ്ട്. ചേട്ടൻ കടയുടെ മുമ്പിൽ ഒരു വില വിവരപ്പെട്ടി വെക്കണം. ഒരു ചെറിയ ബോർഡ് വെച്ചാലേ പ്രശ്നമാക്കണ്ട. അതെ, ആ മാധവൻ ചേട്ടന്റെ കടയിലും വെക്കാൻ പറ ഒരെണ്ണം. തീർച്ചയായും അമ്മാവന്റെ കടയുടെ മുമ്പിലും ഒരു ബോർഡ് വെക്കണം. നീ പോയി അമ്മാവന്റെ കടയുടെ മുമ്പിൽ ഒരു ബോർഡ് വെക്കാൻ പറയൂ. അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, ഇവൻ പറയും. അത് ശരി, എന്നാൽ നീ പോയി പറയൂ. അത് മാഷ് തന്നെ പറയുന്ന നല്ലത്. അതെ, അതാ നല്ലത്. മാഷ് എന്നെ ഏതവനാടാ എന്റെ കടയുടെ മുമ്പിൽ വില വിവര പട്ടിക എഴുതി വെക്കാൻ പറഞ്ഞത്? എന്റെ കടയിൽ എന്തൊക്കെയാ വെക്കേണ്ടത് തീരുമാനിക്കേണ്ടത് ഞാനാ, അല്ലാതെ ജോലിയും പണിയില്ലാതെ റോഡെ തേരാപ്പാര നടക്കുന്ന പിള്ളേരല്ല. കറക്റ്റ്, കേട്ട് മനസ്സിലാക്ക്. ആരോട് ചോദിച്ചിട്ടാടാ നീയൊക്കെ എന്റെ വീട്ടിന്റെ മതിലിൽ ചുമരെഴുത്ത് നടത്തിയത്? ആരാടാ അമ്മാവന്റെ വീട്ടിന്റെ മുമ്പിൽ ചുമരെടുത്ത് നടത്തിയത്? നീയാണോ? ഞാനല്ല, ഇവനായിരിക്കും. അയ്യോ അല്ല, എന്നാ അണികളായിരിക്കും. അണികളോ? അതാര്? അല്ല, പിന്നെ ഈ 10,000-കണക്കിന് അണികളാണല്ലോ നമുക്കുള്ളത്. അതിൽ ഏത് അണികളാ ചെയ്ത് നിങ്ങൾ അറിയുന്നത്? ഈ അണികളുടെ ഒരു കാര്യം ഏതണി ആയാലും വേണ്ടില്ല, ഞാൻ കടയടച്ച് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അത് മാറ്റണം. അനന്താ ഇപ്പൊ തന്നെ വായിക്കാം. ആഹാ, അണികൾ അത്രക്കാരും. കൊട്ട. ഓ, പറഞ്ഞല്ലോ കൊട്ട. എത്രയായി? 4 ആളെ 850. പരമോള ചേട്ടാ, കൂടുതൽ കള്ളക്കണക്കൊന്നും എഴുതി കൂട്ടല്ലേ. ഇവിടെ ഞങ്ങൾ ബോർഡ് വയ്ക്കും. ഏതായാലും വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ നിങ്ങൾ ബോർഡ് വെച്ചത് നന്നായി. അപ്പൊ സംഗതി ഏറ്റു. കുമ്മാട്ടിക്കടവിൽ ഇനിയും പല പരിവർത്തനങ്ങളും ഏർപ്പെടുത്തുന്ന കാര്യം ഈ വിശ്വനാഥന്റെ പരിഗണനയിലുണ്ട്. ഇപ്പോഴെങ്കിലും നിങ്ങളൊരു നല്ല കാര്യം ചെയ്തല്ലോ. ഓ അയ്യോ. വില്ലേജ് ഓഫീസിൽ ഒരു കാര്യം സാധിക്കാൻ ആർക്കൊക്കെ കാശ് കൊടുക്കണം, എന്ത് കൊടുക്കണം എന്നൊന്നും നാട്ടുകാർക്ക് ഒരു പിടിയുമില്ലായിരുന്നു. നിങ്ങൾ ആ ബോർഡ് വെച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം ചിട്ടയായി വളരെ പെട്ടെന്ന് നടക്കുന്നു. ഏറ്റില്ലല്ലേ? നടക്കട്ടെ. വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെയായി. ഞാൻ അന്നേ പറഞ്ഞതാ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഓരോ കിലോ അരി മേടിച്ചു കൊടുത്താൽ മതിയെന്ന്. ആര് കേൾക്കാൻ? ഇതെന്തായാലും ഒരു നാറ്റ കേസായി. നമ്മൾ രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടക്കല്ലേ, ചിലപ്പോ അവിടെ എവിടെയും തട്ടിമുട്ടി വീണെന്നിരിക്കും. ഏതായാലും പറ്റിയേ പറ്റി. ഇനി ഒരു അബദ്ധത്തിലും ചെന്ന് ചാടാൻ നോക്കിയാൽ മതി. ഈ അഴിമതിക്കെതിരെയുള്ള സമരമല്ലാതെ പ്രകടനപത്രത്തിൽ വേറെയും വാഗ്ദാനങ്ങളുണ്ടല്ലോ. നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. കറക്റ്റ്. മനസ്സിലായി. പാവപ്പെട്ട പെമ്പിള്ളാരെ കല്യാണം കഴിച്ചു വിടുന്ന പരിപാടിയല്ലേ? അതിന് ഞാൻ ഇപ്പഴേ റെഡിയാ. ഓടാ, കുടുംബം കുളം തോണ്ടുന്ന പരിപാടി അല്ലാതെ നീ വേറൊന്നും ചിന്തിക്കത്തില്ലല്ലോ. ഇത് അതല്ല. ബോർഡും ബാനറും ഒന്നും ഇല്ലാതെ പുതിയൊരു പന്ഥാവിലൂടെ നീങ്ങാം. കംപ്ലീറ്റ് ആക്ഷൻ. പാത്രം കഴിയുമായിരിക്കും. മറ്റവനുണ്ടോ ചേട്ടാ? ഏത് മറ്റവൻ? തമാശ കളയുന്നേ, നമ്മുടെ മറ്റവനെ. പിന്നെ ആ കച്ചവടമൊക്കെ എന്നേ നിർത്തിപ്പോയടോ. പിന്നെ നിർത്തിയല്ല, ഇരുത്തി. ചേട്ടാ, ഞാൻ ഈ പ്രായം പോലെ ഇവിടുന്ന് സാധനം മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവനാ. പിന്നെ വോട്ട് പിടുത്തത്തിൽ തിരക്കായതുകൊണ്ട് ഏതാവര് ക്ഷീണം തീർക്കാനാ. ഇവിടെ പേടിക്കോട്ട് ഇടന്നേ. എന്താ എടുക്കേട്ട ഇതാണ് ചേട്ടൻ തൊഴില്. ഈ നാട് കുട്ടിച്ചോറാക്കണമെന്ന് തനിക്ക് നിർബന്ധമാണല്ലേ? കുമ്മാട്ടിക്കടവിലെ പ്രബുദ്ധരായ സമ്മതിദായകരെ, യുവത്വത്തിന് ഒരു ക്യാൻസർ പോലെ കാർന്നു നിന്ന കഞ്ചാവിനും ചരത്തിനും മയക്കുമരുന്നിനുമെതിരെ ഇതാ ഒരു കൊടുങ്കാറ്റായി ഞങ്ങൾ ആഞ്ഞു വീശുന്നു. മാറ്റത്തിന്റെ സംഗതി ഇതാ മുഴങ്ങിക്കഴിഞ്ഞു. പിടിക്കോ പിടിക്കോ. നിങ്ങളിപ്പോ ചെയ്തത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഈ ആത്മാർത്ഥത ഇലക്ഷൻ കഴിഞ്ഞാലും ഉണ്ടാവണം. ഉണ്ടാവും സാർ. നാഴികയ്ക്ക് 40 വട്ടം കാലുമാറി നേതാക്കന്മാരുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന സാധാ രാഷ്ട്രീയക്കാരെ പോലെ സാർ ഞങ്ങളെ കണക്കാക്കരുത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സപ്പോർട്ടില്ലാതെയാണ് ഞാൻ ഇലക്ഷൻ നിൽക്കുന്നത്. അണ്ണാൻ കുഞ്ഞും തന്നാലായെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുമ്മാട്ടിക്കടവിൽ മാറ്റത്തിന്റെ ശങ്കുലി മുഴങ്ങിക്കഴിഞ്ഞു സാർ. തുടക്കത്തിലുള്ള ഈ ആവേശം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തിലിറങ്ങി കളികൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ
അത് നഷ്ടപ്പെടരുത്. ഒരിക്കലുമില്ല സർ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ ദുഃഖവും വേദനയും ഞങ്ങൾക്കറിയാം. ഒരു തൊഴിലിന് വേണ്ടി തെണ്ടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ദുഃഖം രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്കറിയാം. അനുഭവമാണല്ലോ സാർ ഏറ്റവും വലിയ ഗുരുനാഥൻ. ഇരിക്കൂ. താങ്ക് യു സർ. അഴിമതിക്കും മയക്കുമരുന്നിനുമെതിരെയുള്ള ഞങ്ങളുടെ സമരം ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല. സാറിനറിയാവോ, ഇവന്റെ ചേട്ടൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു. സമനില തെറ്റിയ അയാൾ ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ ഒരു അനുഭവം ഇനി ആർക്കും ഉണ്ടാകരുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സോറി മിസ്റ്റർ വിശ്വനാഥൻ, ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. സത്യത്തിൽ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെയാണ് ഈ നാട്ടിന് ആവശ്യം. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ പിന്തുണ ഉണ്ടാവും. താങ്ക് യു സർ. പട്ടിണി കിടന്ന് കിടന്ന് അവനെ കണ്ടാൽ അറിയാതെയായി. പട്ടിണി ഇടുന്നാൽ എന്താമേ, ചുളുവില് നേതാവായില്ലേ? നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, അവൻ വലിയ ആളാവും. അങ്ങനെ പറഞ്ഞു ഉടമേ. അമ്മയുടെ മകൻ നാളെ പഞ്ചായത്ത് പ്രസിഡന്റാ. പെട്ടി പൊട്ടിക്കുമ്പോഴറിയാം മെമ്പറെങ്കിലും ആവുമെന്ന്. ദേ, നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയരുത്. അവള് പറയട്ടമ്മേ. ആരെന്തൊക്കെ പറഞ്ഞാലും ഈ ഇലക്ഷന് ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാ. എന്നിട്ട് വേണം അസംബ്ലിയിലോട്ടൊന്ന് നിൽക്കാൻ. നിൽക്കും നിന്ന് കാല് കളിക്കുമ്പോ കിടന്നു പോയാ മതി. നീ ചിരിക്കണ്ട. കണ്ടോ അമ്മേ, ഇതാ ഞാൻ പറയുന്നത്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന്. നാട്ടിൽ എനിക്കുള്ള നിലയും വിലയും പോലും വീട്ടിലില്ലെങ്കിലോ? ആ നിലയും വരെയുള്ള സ്ഥാനാർത്ഥി അന്വേഷിച്ചിട്ട് മൈക്ക സെറ്റുകാരൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടു. അങ്ങനെ മുങ്ങാനും നോക്കണ്ട, കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അച്ഛനെ പറ്റി തന്നെ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, എന്തോന്ന്? അച്ഛൻ എന്നെ ജീവനാണെന്ന്. എന്റെ മോനെ, ഉള്ള സോപ്പ് മുഴുവൻ ഇപ്പോഴേ പതച്ച് കളയണ്ട. ഞാൻ കാശ് കൊടുത്തത് നേരാ. നീ പ്രസിഡന്റായി പഞ്ചായത്തിന് പൈസ കിട്ടുമ്പോ ആദ്യം എന്റെ കടന്നു തീർക്കണം. മൈക്ക സെറ്റുകാരന് കൊടുത്ത 150 റുപ്യ. എത്രയെന്നാ പറഞ്ഞു? 150. 150. അച്ഛന് 150, പിള്ളച്ചേട്ടന് 250. അപ്പൊ എല്ലാം കൂടെ ടോട്ടലായിട്ട് ഭയങ്കര എമൗണ്ട് ആവും കേട്ടോ. സംശയമില്ല, ഇവൻ രാഷ്ട്രീയത്തിൽ ശോഭിക്കും. ആ നീ ചോറ് വിളമ്പ്. ആദ്യത്തെ 3 ബൂത്തിലെ വോട്ടുകൾ എണ്ണിപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീ വിശ്വനാഥൻ PCP സ്ഥാനാർത്ഥി ശ്രീമാൻ ഉൾക്കണ്ടൻ പിള്ളയേക്കാൾ 7 വോട്ടുകൾക്ക് മുന്നിൽ. അടുത്ത ബൂത്തുകൾ എണ്ണിട്ട് മതി. അത് എണ്ണാനൊന്നുമില്ല, അത് മുഴുവനും നമുക്കാ. അതുകൂടി എണ്ണി കഴിയുമ്പോ 7ന്റെ സ്ഥാനത്ത് 70 വോട്ടിന് നമ്മുടെ ഭാഷ ജയിക്കും. വിശ്വനാഥൻ സിന്ദാബാദ്! വിശ്വനാഥൻ സിന്ദാബാദ്! അവസാന ബൂത്ത് മാത്രം എണ്ണാനുള്ളപ്പോൾ PCP സ്ഥാനാർത്ഥി ശ്രീ ഉൾക്കണ്ടൻ പിള്ള 4 വോട്ടുകൾക്ക് മുന്നിലാണ്. ഉൾക്കണ്ടൻ പിള്ള സിന്ദാബാദ്! ഉൾക്കണ്ടൻ പിള്ള സിന്ദാബാദ്! ഉൾക്കണ്ടൻ പിള്ള സിന്ദാബാദ്! ഉൾക്കണ്ടൻ പിള്ള സിന്ദാബാദ്! കുമ്പാട്ടിക്കടവ് പഞ്ചായത്തിൽ 1-ാം വാർഡിൽ A. വിശ്വനാഥൻ, ഉൾക്കണ്ടൻ പിള്ള എന്നിവർ റീകൗണ്ടിങ്ങിന് ശേഷവും 452 വോട്ടുകൾ വീതം നേടി തുല്യത പാലിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് വിജയിയെ ടോസിങ്ങിലൂടെ കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിലൊരു ഒപ്പിടണം. എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചിട്ടുണ്ട് മാഷ്. പൂവോ തലയോ? തല. പൂ തന്നെ, പൂ. ആ ടോസി. മിസ്റ്റർ പിള്ള, കൺഗ്രാറ്റുലേഷൻ. ഉൾക്കണ്ടൻ പിള്ള സിന്ദാബാദ്! ഉൾക്കണ്ടൻ പിള്ള സിന്ദാബാദ്! ഉൾക്കണ്ടൻ പിള്ള സിന്ദാബാദ്! ഉൾക്കണ്ടൻ പിള്ള സിന്ദാബാദ്! ഉൾക്കണ്ടൻ പിള്ള നേതാവേ! ഒന്നാം വാർഡിന്റെ അഭിമാന ഭാജനമായ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശ്രീമാൻ ഉൾക്കണ്ടൻ പിള്ള ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. നാട്ടുകാരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉമ്മാട്ടിക്കിടവിന്റെ പൊന്നോമന പുത്രൻ ശ്രീമാൻ ഉൾക്കണ്ടൻ പിള്ള വിജയശ്രീ ലാളിതനായി ഇതാ കടന്നു വരുന്നു. ഒരു വിജയശ്രീ ലാളിതൻ. നറുക്കെടുപ്പ് നടത്തിയ ഇവിടെ ഏത് തണ്ടിക്കും വിജയശ്രീ ലാളിതനാകാം. അവിടെ വോട്ട് നോക്കറേ.
രാഷ്ട്രീയമാകുമ്പോ തോൽവിയും ജയമൊക്കെ പതിവാ എന്ന് കരുതി നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്നാലും ഇത് കുറച്ച് കടുപ്പമായി പോയി. പഠിക്കലെത്തിയപ്പോ കല മുടഞ്ഞു പോകാന്ന് പറഞ്ഞ പോലെയായി. ഏതെങ്കിലും ഒരു ദരിദ്രവാസി തിരിച്ചൊരു വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഏതായാലും ഒന്നുമില്ലാത്തടത്തൊന്നും നമ്മൾ ഇതുവരെ എത്തിയില്ലേ. എങ്കിലും ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. അത് ഓർക്കുമ്പോഴാ. സാരമില്ല, ഇനി പാർലമെന്റ് ഇലക്ഷൻ വരുന്നുണ്ടല്ലോ. ഒരു പഞ്ചായത്ത് മെമ്പർ ആകുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഒരു MP ആകുന്നതിനേക്കാൾ നല്ലതാണല്ലോ. നിന്റെയൊക്കെ തലയിൽ ഇടുത്തേ വീഴും. ഇവിടെ മാഷാകെ വിഷമിച്ചിരിക്കുക. വിഷമിക്കോടാ, വിഷമിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് അത്താഴക്കഞ്ഞി കരി മേടിക്കാനാ ഇവരുടെ അച്ഛൻ കഞ്ചാവ് വെക്കണത്. കാറും ബംഗ്ലാവും ഉണ്ടാക്കാൻ ഇതിനേക്കാൾ വലിയ കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ. അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ നാട്ടുകാരുടെ മുമ്പിൽ കേമത്വം കാട്ടാൻ ഞങ്ങളുടെ കഞ്ഞിൽ മണ്ണിട്ടത്. ഇനിയൊന്നും ദൈവം ഒരിക്കലും വെറുതെ വിടുവല്ല. ഒന്നാലോചിച്ച ദൈവദോഷമാണ് നമ്മൾ കാണിച്ചത്. അവരുടെ ഒരു വോട്ട് തിരിഞ്ഞു വന്നിരുന്നെങ്കിൽ ഇപ്പൊ മാഷ് മെമ്പറായിരുന്നു. ഒരു ദിവസം കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ഒരാളെ പിടിച്ചുകൊണ്ട് വരിക, പിന്നെ അയാളെ ജാമ്യത്തിൽ ഇറക്കാൻ നിങ്ങൾ തന്നെ വരിക. എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു കൊച്ചു തെറ്റ് ചെയ്ത ആ പാവത്തിനെ ശിക്ഷിച്ചതിൽ ഞങ്ങൾക്ക് സഹതാപമുണ്ട് സാർ. സർക്കാരിന്റെ ഭൂമിയിൽ കഞ്ചാവ് കൃഷിയും കള്ളക്കടത്തും നടത്തി കോടികൾ സമ്പാദിക്കുന്ന വലിയ കള്ളന്മാരുണ്ട് ഇവിടെ. അവരെ ഒതുക്കുക, അതാണ് സാർ ഇനി ഞങ്ങളുടെ ലക്ഷ്യം. ആവേശം കയറി സാഹസമൊന്നും കാട്ടരുത്. നിയമവും നീതിയും എല്ലാം നോക്കി നടത്താൻ ഞങ്ങളൊക്കെ ഉണ്ട്. അതെ, അതിനാണല്ലോ സാർ ഈ കസേരയിൽ ഇരിക്കുന്നത്. നിങ്ങളെപ്പോലെ ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരുടെ സഹകരണമുണ്ടെങ്കിൽ ഏത് താപ്പാനെയും ഞാൻ ഒതുക്കിത്തരാം. അങ്ങനെയുള്ള ഒരൊറ്റയാളെ ഈ നാട്ടിലുള്ളൂ, അച്ചായൻ. സർക്കാരിന്റെ ഏക്കർ കണക്കിന് വനത്തിൽ അച്ചായൻ കഞ്ചാവ് നട്ടിട്ടുണ്ട്. അവിടുന്ന് കഞ്ചാവ് വാറ്റി ഓയിലാക്കും, എന്നിട്ടത് മരുന്നാണെന്നുള്ള ലേബലിൽ പുറത്തേക്ക് കടത്തും. സാറിവിടെ പുതിയ ആളായോണ്ട് ഇതൊന്നും വലിയ പിടിയുണ്ടാവില്ല. അച്ചായനെ കുറിച്ചുള്ള പഴയ ചില ഫയലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേണ്ട ചെയ്യാം. എന്താ? ശരി സാർ, എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. വരട്ടെ. ഒളിച്ചു മറച്ചൊക്കെ ചെയ്തുകൂടായിരുന്നു. ഇനി ഒന്ന് ഇനിയെങ്കിലും ഈ കഞ്ചാവ് പരിപാടിയൊക്കെ നിർത്തിയിട്ട് വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്ക്. ചെല്ലേ. അതെ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി കേട്ടാ. വളരെ ഉപകാരം. സാരമില്ല, സാരമില്ല. അച്ചായനെ പറ്റി പറഞ്ഞത് ശരി കേട്ടിട്ടുണ്ടെന്നാ തോന്നുന്നത്. നമ്മൾ ഇലക്ഷൻ വരുന്ന എന്നപ്പം ടൈഗർ ടൈഗർ എന്ന് പറഞ്ഞാലല്ലേ കേടക്കട്ടട അച്ചായനിട്ട് ഒരു പാര. ഇത് വെറും ഒരു തുടക്കം മാത്രം.